അന്നമൂട്ടുന്ന കൈകൾ തട്ടിത്തെറിപ്പിക്കുന്ന എന്ത് സമരമാണിത്? വലിയ ദുഃഖകരമായിട്ടുള്ള ആ വിഷ്വലുകൾ കാണുമ്പോൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലാണ്. എത്തരത്തിൽ SFI ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എങ്ങനെ ഇത്തരത്തിലൊരു പ്രതികരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമെന്ന് പോലും നമ്മൾ അതിശയിച്ചു പോവുകയാണ്. കാരണം പഠിപ്പ് മുടക്കുകളെല്ലാം വിദ്യാർത്ഥി സംഘടനകളെല്ലാം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പഠിപ്പ് മുടക്ക് സമരങ്ങളെല്ലാം ചെയ്യുന്നു. അതെല്ലാം സാധാരണഗതിയിൽ നടക്കാറുള്ളതാണ്. എന്നാൽ ആ അമ്മയെ എത്ര പേടിപ്പെടുത്തുന്ന തരത്തിലാണ് ഈ SFIയുടെ പ്രവർത്തകർ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ആ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നമുക്കറിയാം, ഉച്ചഭക്ഷണം പോലും പലയിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് പോലും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ എത്രയോ പ്രയാസപ്പെട്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ അതിനു വേണ്ടിയിട്ട് ആ സ്കൂൾ അധികാരികൾ അല്ലെങ്കിൽ അവരെല്ലാം അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോയിൽ കാണുന്നത് കണ്ണൂർ പേരാവൂർ DYFIയുടെ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അക്ഷയ മനോജാണ്. ഇവർ ചെയ്ത പരിപാടി ഇന്ന് SFIയുടെ സംസ്ഥാന തലത്തിലുള്ള സ്കൂളില്ല വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്ക് സമരമാണ്. അതായത് കലാലയങ്ങളിലുള്ള സംഘടനയാണ് SFI. സ്കൂളുകളിൽ അവർക്ക് യൂണിറ്റ്, നമ്മുടെ കേരളത്തിൽ സ്കൂളുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ന് SFI പഠിപ്പ് മുടക്കിയപ്പോഴത്തേക്ക് അതുപോലെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിച്ചു. അങ്ങനെ തുറന്ന് പ്രവർത്തിച്ച ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന പാചകപ്പുരയിൽ DYFIയുടെ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അക്ഷയ മനോജ് കാണിച്ച പ്രവൃത്തിയാണ് നിങ്ങൾ കണ്ടത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഉച്ചഭക്ഷണം വരെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് അവരവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതൊക്കെ എന്ത് വിദ്യാർത്ഥി പ്രതിഷേധമാണ് എന്ന് എനിക്കറിയില്ല. കാരണം ഞാനും നിരവധി സമരങ്ങളിലും മറ്റും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ രാഷ്ട്രീയം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഞാൻ ഒരു BJPയുടെ ഭാരവാഹിയും കൂടിയാണ്. അങ്ങനെ ഞാൻ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഇന്നേ വരെ ഒരു നിരപരാധിയുടെ ദേഹത്ത് ഞാൻ കൈവച്ചിട്ടില്ല, ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തിയിട്ടില്ല. ഞാൻ ആകപ്പാടെ നടത്തിയ ഒരു അക്രമം കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ നടത്തിയതാണ്. അത് ചികിത്സ കിട്ടാതെ ഒരു ആൾ, കട്ടപ്പന സ്വദേശിയായിട്ടുള്ള ഒരാൾ മരണമടഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ യുവമോർച്ച എടുത്ത സമരത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ അക്രമ സംഭവം ഉണ്ടായി. ആ ഒരു കേസ് മാത്രമേ എനിക്കെതിരെ ഒരു അക്രമ സംഭവം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ രാഷ്ട്രീയം ചെക്ക് ചെയ്തുകൊണ്ട് വരും ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എനിക്ക് SFI ഇന്ന് നടത്തിയ ഈ സമരം, അതിൽ DYFIയുടെ ഈ വനിതാ നേതാവ് കാണിച്ച ഈ വൃത്തികേട്, ഇതിനെ ഒരിക്കലും അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും അതേപോലെ തന്നെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിലും. കാരണം ഉച്ചക്കഞ്ഞി നമ്മുടെ സംസ്ഥാനത്തെ പല സ്കൂളുകളിലും ഉച്ചക്കഞ്ഞി കൊടുക്കുന്നതുകൊണ്ട് മാത്രം സ്കൂളുകളിൽ എത്തുന്ന നിരവധി കുട്ടികളുണ്ട്. നമ്മൾ പണ്ടൊരിക്കൽ കണ്ടതാണ്. നരേന്ദ്രമോദി ഇവിടെ എത്തിയപ്പോൾ കേരള സൊമാലിയയാണ് എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അതിനെതിരെ ഭയങ്കര ക്യാമ്പയിനുകളും മറ്റും നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു 2 കുട്ടികൾ മണ്ണ് വാരി തിന്നുന്ന ഒരു വിഷ്വൽ പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ചർച്ചയൊക്കെ ആയതാണ്. അതുകൂടാതെ ആദിവാസി യുവാവായിട്ടുള്ള മധു ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലാതെ അരി മോഷ്ടിച്ചു വന്നതിൻ്റെ പേരിൽ നമ്മുടെ വയനാട്ടിൽ തല്ലിക്കൊന്നതാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ഉച്ചക്കഞ്ഞി അത് ഒരു DYFI നേതാവ് തട്ടിത്തെറിപ്പിച്ചത്, അതും ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ്. ഇനിയിപ്പോൾ DYFI നാളെ പറയുമായിരിക്കും അവരെല്ലാവർക്കും പൊതിച്ചോറും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. എന്നാലും അതിന് ഒരു തരത്തിലും ന്യായം അർഹിക്കുന്നതല്ല ഇവരുടെ ഈ പ്രവൃത്തി. കാരണം ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതിപ്പണത്തിൽ നിന്നാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് സർക്കാർ കാശ് മുടക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറല്ല അവർ തട്ടിക്കളയാണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുത്തത്. ഇപ്പോൾ ഇന്നലെയായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് എന്ന പേരിൽ ഒരു ഹർത്താൽ നടത്തിയത്. അതിൻ്റെ നഷ്ടം 2298 കോടി രൂപയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് SFIയുടെ പഠിപ്പുമുടക്ക് സമരം. ഈ പഠിപ്പുമുടക്ക് സമരം അത് കലാലയങ്ങളിൽ മാത്രമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുക എന്തിനാണ് ഇവർ സ്കൂളുകളിലേക്ക് ചെല്ലുന്നത്? അങ്ങനെ അവിടെ ചെന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചോറ് തയ്യാറാക്കി വെച്ചിരുന്നത് ചോറ് തട്ടിത്തെറിപ്പിക്കുക, അത് തയ്യാറാക്കിയ സ്ത്രീയെ അവരെ ആക്രമിക്കുക, ഇതൊക്കെ എന്ത് സമരമാണ് എന്നൊന്ന് SFIയുടെ നേതാക്കളും DYFIയുടെ നേതാക്കളും ഒന്ന് വ്യക്തമാക്കി തരണം. ഞാനിപ്പോൾ എൻ്റെ രാഷ്ട്രീയം ഇവിടെ പറഞ്ഞതിൻ്റെ കാരണം, അല്ലെങ്കിൽ നാളെ എൻ്റെ രാഷ്ട്രീയം കുത്തിപ്പൊക്കിക്കൊണ്ടെന്ന് വെച്ച് എനിക്കെതിരെ അറ്റാക്ക് നടത്താണ്ട് ഇവരും മടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. സുംബ വിഷയത്തിൽ സർക്കാർ നിലപാടിനെ, അതായത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയുടെ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ സർക്കാരിനെ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുകയും ചെയ്യും, സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും.
അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐയുടെ ഈ ജോയിൻറ്റ് സെക്രട്ടറി നടത്തിയ പ്രവർത്തനം അതൊരു തരത്തിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയെങ്കിലും നേതാവ് ഇത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് രംഗത്ത് വരില്ല. കഴിവതും കുട്ടികൾക്കൊക്കെ വേണ്ടി തയ്യാറാക്കുന്ന ചോറ്, ആ ചോറിൻ്റെ വില അറിയാതെ കൊണ്ടാണ് നേതാവിന്. അത് മനസ്സിലാക്കുക. ഒരു ദിവസം ഒന്ന് പട്ടിണിക്ക് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അറിയാം ഭക്ഷണത്തിൻ്റെ വില എത്രയാണ്.